വാൽപ്പാറ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ട്രാവലർ ഡ്രൈവർ മുഹമ്മദ് ഫായിസിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. കോട്ടക്കൽ ചുന്നൂർ സ്വദേശിയായ ഫായിസിനെ വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് മാറ്റണമെന്ന ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് നടപടി. ഫായിസുമായി ആംബുലൻസ് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, ഇന്ന് പുലർച്ചെയാണ് ഒരാളുടെ കൂടി മരണം സ്ഥിരീകരിച്ചത്. വേണ്ടത്ര ചികിത്സ അല്ലെങ്കിൽ ഡോക്ടർമാർ എത്തുന്നതിന് വൈകി എന്നൊക്കെയുള്ള പരാതികൾ ഉയർന്നിരുന്നു. അതിനിടയിലാണ് അവിടെ ചികിത്സയിൽ തുടരുന്ന മറ്റൊരാളെ ഇപ്പോൾ നാട്ടിലേക്ക് മാറ്റുന്നത്. എപ്പോൾ തിരിക്കും? ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? വിനീത, അല്പസമയം മുമ്പ് മുഹമ്മദ് ഫായിസുമായിട്ടുള്ള ആംബുലൻസ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ആ മേഖലയിലൂടെ കടന്നു വരുമ്പോൾ ആംബുലൻസിന് വഴിയൊരുക്കി കൊടുക്കണമെന്നൊരു അഭ്യർത്ഥനയും ആംബുലൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തകരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ കോയമ്പത്തൂരിൽ നിന്നും പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പാകത്തിലുള്ള നടപടികൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മുഹമ്മദ് ഫായിസിനെ മാറ്റുന്നത്. നിലവിൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മികച്ച ചികിത്സ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അവിടെ മികച്ച ചികിത്സാ സംവിധാനങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ ഫായിസ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ചൂരൂർ സ്വദേശിയാണ്. സ്വാഭാവികമായിട്ടും പെരിന്തൽമണ്ണയിലേക്ക് മാറ്റുമ്പോൾ തൊട്ടടുത്ത് ബന്ധുക്കൾക്കുൾപ്പെടെ കോട്ടക്കൽ നിന്ന് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കും. ബാക്കിയുള്ള സഹായങ്ങൾ ഉൾപ്പെടെ ലഭിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് പെരിന്തൽമണ്ണയിലേക്ക് മാറ്റണമെന്നൊരാവശ്യം ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിലെ ഡോക്ടേഴ്സ് സമ്മതിക്കുകയും അല്പസമയം മുമ്പ് ആംബുലൻസിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ആംബുലൻസ് പെരിന്തൽമണ്ണ ആ റൂട്ടിലൂടെ ഇപ്പോൾ കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വാൽപ്പാറ അപകടവുമായി ബന്ധപ്പെട്ടതിന്റെ നടുക്കം മാറുന്നതിന് മുൻപായിരുന്നു ഇന്ന് രാവിലെ നൌഷാദിന്റെ മരണം സംഭവിച്ചതായുള്ള വിവരം പുറത്തു വന്നിരുന്നത്. അതിനിടയിൽ മസ്നീൻ ആശുപത്രി വിട്ടതായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഫായിസിനെ പെരിന്തൽമണ്ണയിൽ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാൻ സാധിക്കും. ഫായിസിനെ നാട്ടിലേക്ക് മാറ്റുകയാണ്. ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. വഴിയൊരുക്കണം എന്ന ആവശ്യം അവർ ഉയർത്തുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടട്ടെ. നാട്ടിലെത്തി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുകയും വേണം. മുബഷീറാണ് വിശദാംശങ്ങൾ നൽകി. നമുക്ക്